കേരളത്തിലെ ജില്ലകളെ പറ്റിയുള്ള വിവരത്തിന്റെ ആദ്യ ഭാഗമാണിത്. ആദ്യം തിരുവനന്തപുരം ജില്ല. കേരളത്തിന്റെ തലസ്ഥാന നഗരം. ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച നഗരം. ഇന്ത്യയിലെ നിത്യഹരിത നഗരമെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച നഗരം. പ്രാചീനകാലത്ത് സ്യാനന്ദരൂപം എന്നറിയപ്പെട്ടിരുന്നു. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിക്കപ്പെട്ട നഗരവും തിരുവനന്തപുരമാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതർ ഉള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല എന്നീ പ്രത്യേകതകൾ തിരുവനന്തപുരത്തിൻ്റെതാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിക്കപ്പെട്ട നഗരം. കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല എന്നിവ തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ സിറ്റി കോർപ്പറേഷൻ തിരുവനന്തപുരം. തിരുവനന്തപുരമാണ്. കേരളത്തിൽ ആദ്യമായി ലോ കോളേജ് ആരംഭിച്ച നഗരവും തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിതമായത് തിരുവനന്തപുരത്തായിരുന്നു. ആദ്യം PMGയിലായിരുന്ന കോളേജ് പിന്നീട് കുളത്തൂരേക്ക് മാറ്റി സ്ഥാപിച്ചു. കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ PMGയിലായിരുന്ന കോളേജ് പിന്നീട് കുളത്തൂരേക്ക് മാറ്റി സ്ഥാപിച്ചു. കേരളത്തിലെ ആദ്യത്തെ വനിതാ കോളേജും കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജും തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ കോളേജ്, കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എന്നിവ തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ്, ആദ്യത്തെ ഫൈൻ ആർട്സ് കോളേജ്, ആദ്യ സംസ്കൃത കോളേജ്, ആദ്യ ഹോമിയോ കോളേജ് എന്നിവയും തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ്, ആദ്യ ഫൈൻ ആർട്സ് കോളേജ്, ആദ്യ സംസ്കൃത കോളേജ്, ആദ്യ ഹോമിയോ കോളേജ് എന്നിവ തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി 1937 ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ ആരംഭിക്കുകയും 1957 കേരള യൂണിവേഴ്സിറ്റി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി 1937 ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ ആരംഭിക്കുകയും 1957 കേരള യൂണിവേഴ്സിറ്റി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ GV രാജ സ്പോർട്സ് സ്കൂൾ. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ GV രാജ സ്പോർട്സ് സ്കൂൾ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം തിരുവനന്തപുരം മ്യൂസിയം. കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം തിരുവനന്തപുരം മ്യൂസിയം. കേരളത്തിലെ ആദ്യ മൃഗശാല, ആദ്യ ജയിൽ, ആദ്യത്തെ സർക്കാർ ആശുപത്രി, ആദ്യത്തെ വാന നിരീക്ഷണശാല, ആദ്യ സർക്കാർ പ്രസ് എന്നിവ തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ മൃഗശാല, ആദ്യ ജയിൽ, ആദ്യത്തെ സർക്കാർ ആശുപത്രി, ആദ്യ വാന നിരീക്ഷണശാല, ആദ്യ സർക്കാർ പ്രസ് എന്നിവ തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി ടെലിഫോൺ കണക്ഷൻ ലഭിച്ചത് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലാണ്. കേരളത്തിൽ ആദ്യമായി ടെലിഫോൺ കണക്ഷൻ ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കവടിയാർ കൊട്ടാരത്തിലാണ്. കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം 1943 സ്ഥാപിതമായി. കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം 1943 സ്ഥാപിതമായി. കേരളത്തിലെ
ആദ്യത്തെ ദൂരദർശൻ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്നിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ദൂരദർശൻ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്നിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ദൂരദർശൻ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്നിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളമാണ്. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളമാണ്. കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലയിലെ സിനിമാ തിയേറ്റർ തിരുവനന്തപുരത്തുള്ള കലാഭവൻ തിയേറ്ററാണ്. കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലാ സിനിമാ തിയേറ്റർ തിരുവനന്തപുരം ജില്ലയിലെ കലാഭവൻ സിനിമാ തിയേറ്ററാണ്. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലാണ്. കേരളത്തിലെ ആദ്യത്തെ മൊബൈൽ കോടതി സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ മൊബൈൽ കോടതി സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിൽ. കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക്, പ്ലാനറ്റോറിയം എന്നിവ തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക്, പ്ലാനറ്റോറിയം എന്നിവ തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം 1938 തമ്പാനൂർ മുതൽ ശാസ്തമംഗലം വരെയുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം 1938 തമ്പാനൂർ മുതൽ ശാസ്തമംഗലം വരെയുള്ളതാണ്. കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയിൽ ആരംഭിക്കുകയും ഇപ്പോൾ അത് അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റുകയും ചെയ്തു. കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയിൽ ആരംഭിക്കുകയും ഇപ്പോൾ അത് അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റുകയും ചെയ്തു. കേരളത്തിലെ ആദ്യ മാജിക് അക്കാദമി തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ മാജിക് അക്കാദമി തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യ ലയൺ സഫാരി പാർക്ക് നെയ്യാർ ഡാമിലാണ്. കേരളത്തിൽ ആദ്യമായി രാജ്യാന്തര ഏകദിന ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലം 1984 ഒക്ടോബർ 1 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ. കേരളത്തിൽ ആദ്യമായി രാജ്യാന്തര ഏകദിന ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലം 1984 ഒക്ടോബർ 1 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ. കേരളത്തിലെ ആദ്യ ATM. കേരളത്തിലെ ആദ്യ ATM. ഉത്തരം 1992 ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യ ATM 1992 ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു. ആദ്യ തുറന്ന ജയിൽ എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകൽത്തേരിയിൽ. തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകൽത്തേരിയിൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി 1829 സ്ഥാപിതമായി. തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി 1829 സ്ഥാപിതമായി. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്ത്. തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്ത്. ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ച സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ്. ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ്. ആദ്യത്തെ DNA ബാർകോഡിംഗ് കേന്ദ്രവും തിരുവനന്തപുരത്താണ്. ആദ്യത്തെ DNA ബാർകോഡിംഗ് കേന്ദ്രവും തിരുവനന്തപുരത്താണ്. ആദ്യ സായാഹ്ന കോടതി സ്ഥാപിതമായതും തിരുവനന്തപുരം ജില്ലയിലാണ്. ആദ്യ സായാഹ്ന കോടതി സ്ഥാപിതമായതും തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം എവിടെ? കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം എവിടെ? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ പിരപ്പൻകോട് എന്ന സ്ഥലത്ത്. തിരുവനന്തപുരം ജില്ലയിലെ പിരപ്പൻകോട്.
കേരളത്തിലെ ആദ്യ നോക്കുകൂലി വിമുക്ത ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ നോക്കുകൂലി വിമുക്ത ജില്ലയാണ് തിരുവനന്തപുരം. ആദ്യ കാരുണ്യ ഫാർമസി കൗണ്ടർ ആരംഭിച്ചതും തിരുവനന്തപുരത്താണ്. ആദ്യ കാരുണ്യ ഫാർമസി കൗണ്ടർ ആരംഭിച്ചതും തിരുവനന്തപുരത്താണ്. ആദ്യ പുകയില പരസ്യരഹിത ജില്ലയും തിരുവനന്തപുരമാണ്. ആദ്യ പുകയില പരസ്യരഹിത ജില്ലയും തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ സോയിൽ മ്യൂസിയം എവിടെ? കേരളത്തിലെ ആദ്യ സോയിൽ മ്യൂസിയം. ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ പുറാട്ടുകോണം. തിരുവനന്തപുരം ജില്ലയിലെ പുറാട്ടുകോണം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ഇ സാക്ഷരതാ പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചായത്തിനെ? കേരളത്തിലെ ആദ്യ ഇ സാക്ഷരതാ പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചൽ പഞ്ചായത്ത്. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചൽ പഞ്ചായത്ത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ആദ്യ കോട്ട എവിടെയാണ്? കേരളത്തിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ആദ്യ കോട്ട തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങ് കോട്ട. തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങ് കോട്ട. ആദ്യ PSC ഓൺലൈൻ പരീക്ഷാ കേന്ദ്രം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. ആദ്യ PSC ഓൺലൈൻ പരീക്ഷാ കേന്ദ്രം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ. അടുത്ത ചോദ്യം, ലെവൽ ക്രോസുകളിലെല്ലാം കാവൽക്കാരുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഡിവിഷൻ? ഉത്തരം തിരുവനന്തപുരം. ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ഭരതമുനിയുടെ പ്രതിമ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ചത് എവിടെ? ഭരതമുനിയുടെ പ്രതിമ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ചത് എവിടെ? ഉത്തരം വട്ടിയൂർക്കാവിലെ ഗുരു ഗോപിനാഥ് നടനഗ്രാമത്തിലെ ദേശീയ നൃത്ത മ്യൂസിയത്തിന് മുന്നിൽ. വട്ടിയൂർക്കാവിലെ ഗുരു ഗോപിനാഥ് നടനഗ്രാമത്തിലെ ദേശീയ നൃത്ത മ്യൂസിയത്തിന് മുന്നിൽ. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ആദ്യത്തെ ബഹിരാകാശ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യയിലെ ആദ്യത്തെ ബഹിരാകാശ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വലിയമലയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. തിരുവനന്തപുരം ജില്ലയിലെ വലിയമലയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. അടുത്ത ചോദ്യം, വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ? വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ? ഉത്തരം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യ നിർഭയ ഷെൽട്ടർ ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ നിർഭയ ഷെൽട്ടർ സെന്റർ ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. പ്രതിമകളുടെ നഗരം എന്നാണ് തിരുവനന്തപുരം ജില്ല അറിയപ്പെടുന്നത്. പ്രതിമകളുടെ നഗരം എന്നാണ് തിരുവനന്തപുരം ജില്ല അറിയപ്പെടുന്നത്. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം. അടുത്ത ചോദ്യം, പ്രാചീന കാലത്ത് രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെട്ടിരുന്ന നഗരം? പ്രാചീന കാലത്ത് രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെട്ടിരുന്ന നഗരം? ഉത്തരം വിഴിഞ്ഞം. ഉത്തരം വിഴിഞ്ഞം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് എവിടെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്ത്. തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്ത്. അടുത്ത ചോദ്യം, വർക്കല നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? വർക്കല നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. അടുത്ത ചോദ്യം, കേരളത്തിന്റെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം? കേരളത്തിന്റെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം ബാലരാമപുരം. ഉത്തരം ബാലരാമപുരം. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം? സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ ദേവീക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ ദേവീക്ഷേത്രം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം?
കേരളത്തിലെ ആദ്യത്തെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ. തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിതമായത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിതമായത് എവിടെ? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടം. കാര്യവട്ടത്താണ് കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിതമായത്. ടെക്നോ പാർക്കിന്റെ സ്ഥാപക ചെയർമാനായിരുന്നത് KPP നമ്പ്യാരാണ്. ടെക്നോ പാർക്കിന്റെ സ്ഥാപക ചെയർമാനായിരുന്നത് KPP നമ്പ്യാർ. തിരുവനന്തപുരത്ത് കൂടി ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരത്ത് കൂടി ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ഉത്തരം നെയ്യാർ, കരമന നദി, വാമനപുരം നദി. നെയ്യാർ, കരമന നദി, വാമനപുരം നദി. തിരുവനന്തപുരം ജില്ലയിലെ ഡാമുകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ഡാമുകൾ. ഉത്തരം നെയ്യാർ, പേപ്പാർ ഡാം, അരുവിക്കര ഡാം. നെയ്യാർ, പേപ്പാർ ഡാം, അരുവിക്കര ഡാം. അടുത്ത ചോദ്യം, തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി എവിടെയാണ്? തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത്. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത്. അടുത്ത ചോദ്യം, തെക്കേ ഇന്ത്യയിൽ ടെസ്റ്റ് ട്യൂബ് ശിശു പിറന്ന ആദ്യ സർക്കാർ ആശുപത്രി എവിടെയാണ്? തെക്കേ ഇന്ത്യയിൽ ടെസ്റ്റ് ട്യൂബ് ശിശു പിറന്ന ആദ്യ സർക്കാർ ആശുപത്രി. ഉത്തരം ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി. ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം വെള്ളായണി കായൽ. ഉത്തരം വെള്ളായണി കായൽ. അടുത്ത ചോദ്യം, തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഉത്തരം അയിരൂർ പുഴ. ഉത്തരം അയിരൂർ പുഴ. അടുത്ത ചോദ്യം, ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന നഗരം? ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന നഗരം തിരുവനന്തപുരം. തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം നെയ്യാറ്റിൻകര സ്വദേശിയായ സി കൃഷ്ണൻ നായരെ. നെയ്യാറ്റിൻകര സ്വദേശിയായ സി കൃഷ്ണൻ നായരെയാണ് ഡൽഹി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മങ്കയം ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെ? മങ്കയം ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ. അടുത്ത ചോദ്യം, തിരുവനന്തപുരത്തിനെ കഠിനംകുളം കായലുമായി ബന്ധിപ്പിക്കുന്ന മനുഷ്യനിർമ്മിത കനാൽ ഏത്? തിരുവനന്തപുരത്തിനെ കഠിനംകുളം കായലുമായി ബന്ധിപ്പിക്കുന്ന മനുഷ്യനിർമ്മിത കനാൽ ഏതാണ്? ഉത്തരം പാർവതി പുത്തനാർ. ഉത്തരം പാർവതി പുത്തനാർ. അടുത്ത ചോദ്യം, ആറ്റിങ്ങൽ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ആറ്റിങ്ങൽ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി? ഉത്തരം വാമനപുരം പുഴ. വാമനപുരം പുഴയാണ് ആറ്റിങ്ങൽ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ജില്ലകളിൽ കൊല്ലം ജില്ലയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അറബിക്കടലിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. അറബിക്കടലിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള ജില്ലയും കൊല്ലമാണ്. കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള ജില്ലയും കൊല്ലമാണ്. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ള ജില്ല കൊല്ലമാണ്. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലം.
ലോകത്തിന്റെ കശുവണ്ടി തലസ്ഥാനം എന്നാണ് കൊല്ലം ജില്ല അറിയപ്പെടുന്നത്. ലോകത്തിന്റെ കശുവണ്ടി തലസ്ഥാനം എന്നാണ് കൊല്ലം ജില്ല അറിയപ്പെടുന്നത്. എള്ള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും കൊല്ലമാണ്. എള്ള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും കൊല്ലമാണ്. ഏറ്റവും കൂടുതൽ ഇൽമനേറ്റ് നിക്ഷേപമുള്ള ജില്ല കൊല്ലമാണ്. ഏറ്റവും കൂടുതൽ ഇൽമനേറ്റ് നിക്ഷേപമുള്ള ജില്ല കൊല്ലം. ഏറ്റവും കൂടുതൽ ഇൽമനേറ്റ് നിക്ഷേപമുള്ള ജില്ല കൊല്ലം. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതിയായ തെന്മല കൊല്ലം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ ബട്ടർഫ്ലൈ പാർക്ക് തെന്മല. കേരളത്തിലെ ആദ്യ ബട്ടർഫ്ലൈ പാർക്ക് തെന്മല. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ 1904 സ്ഥാപിതമായത് കൊല്ലം മുതൽ തിരുനെൽവേലി വരെയാണ്. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം മുതൽ തിരുനെൽവേലി വരെ 1904 സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി സ്ഥാപിതമായത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ. കേരളത്തിലെ ആദ്യ അബ്കാരി കോടതി സ്ഥാപിതമായത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ് സ്ഥാപിതമായത്. പുനലൂർ പേപ്പർ മിൽ. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ പുനലൂർ പേപ്പർ മിൽ. ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ചിതറ എന്ന സ്ഥലത്താണ്. ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ചിതറ എന്ന സ്ഥലത്താണ്. കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലം കൊല്ലം ജില്ലയിലെ പുനലൂരിൽ. കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലം കൊല്ലം ജില്ലയിലെ പുനലൂരിൽ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിതമായത് കൊല്ലത്താണ്. TKM എഞ്ചിനീയറിംഗ് കോളേജ്. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിതമായത് കൊല്ലം ജില്ലയിലാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജാണ് സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ്. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളിയായ റസൂൽ പൂക്കുട്ടി. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളിയായ TC യോഹന്നാൻ എന്നിവർ കൊല്ലം ജില്ലയിൽ നിന്നുള്ളവരാണ്. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളിയായ റസൂൽ പൂക്കുട്ടി. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളിയായ TC യോഹന്നാൻ എന്നിവർ കൊല്ലം ജില്ലയിൽ നിന്നുള്ളവരാണ്. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി മലയാളത്തിൽ സംസാരിച്ച അമൃതാനന്ദമയി കൊല്ലം ജില്ലയിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലാണ്. കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലാണ്. 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമം കൊല്ലം ജില്ലയിലെ മേലില. 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമം മേലില. കേരളത്തിലെ ആദ്യത്തെ തുണിമിൽ സ്ഥാപിതമായത് കൊല്ലം ജില്ലയിലാണ് 1881. കേരളത്തിലെ ആദ്യത്തെ തുണിമിൽ സ്ഥാപിതമായത് കൊല്ലം ജില്ലയിലാണ് 1881. കേരളത്തിലെ ആദ്യത്തെ നീര പ്ലാന്റ് സ്ഥാപിതമായതും കൊല്ലം ജില്ലയിലാണ്. 2014 കൊല്ലം ജില്ലയിലെ കൈപ്പുഴ എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യത്തെ നീര പ്ലാന്റ് സ്ഥാപിതമായത്. കേരളത്തിൽ ആദ്യമായി വിമാനമിറങ്ങിയത് കൊല്ലം ജില്ലയിലെ ആശ്രാമം മൈതാനത്താണ്. കേരളത്തിൽ ആദ്യമായി വിമാനമിറങ്ങിയത് കൊല്ലം ജില്ലയിലെ ആശ്രാമം മൈതാനത്താണ്. കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ പദ്ധതി ആരംഭിച്ചത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിൽ. കേരളത്തിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ വില്ലേജാണ് കൊല്ലം ജില്ലയിലെ പന്മന. കേരളത്തിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ വില്ലേജാണ് കൊല്ലം ജില്ലയിലെ പന്മന. കേരളത്തിലെ ആദ്യ പ്രസാധനശാല ആരംഭിച്ചത് കൊല്ലത്താണ്. ST റെഡ്ഡിയാർ ആൻഡ് സൺസ്. കേരളത്തിലെ ആദ്യ പ്രസാധനശാല ആരംഭിച്ചത് കൊല്ലം ജില്ലയിലാണ്. SD റെഡ്ഡിയാർ ആൻഡ് സൺസ് ആണ് കേരളത്തിലെ ആദ്യ പ്രസാധനശാല. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ്.
നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ്. കേരളത്തിലെ ആദ്യ പോലീസ് മ്യൂസിയമായ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മന്ത്രിസ്ഥാനത്തെത്തിയ ആദ്യ സിനിമാ നടനാണ് KB ഗണേഷ് കുമാർ. മന്ത്രിസ്ഥാനത്തെത്തിയ ആദ്യ സിനിമാ നടനാണ് KB ഗണേഷ് കുമാർ. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പുറത്തായ ആദ്യ നിയമസഭാംഗമാണ് R ബാലകൃഷ്ണപിള്ള. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പുറത്തായ ആദ്യ നിയമസഭാംഗമാണ് R ബാലകൃഷ്ണപിള്ള. കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായൽ. കേരളത്തിൽ വിസ്തീർണം കുറഞ്ഞ താലൂക്ക് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്ക്. കേരളത്തിലെ വിസ്തീർണം കുറഞ്ഞ താലൂക്ക് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കൊല്ലം ജില്ലയിലെ കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കൊല്ലം ജില്ലയിലെ കല്ലട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമൺ നിക്ഷേപമുള്ള സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമൺ നിക്ഷേപമുള്ള സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കൊല്ലം ജില്ലയിലാണ്. തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് നിർമ്മിക്കപ്പെട്ടത് 1902 തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് നിർമ്മിക്കപ്പെട്ടത് 1902. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കടയ്ക്കൽ സ്വദേശിയായ SD ബിജു ആണ്. ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കടയ്ക്കൽ സ്വദേശിയായ SD ബിജു ആണ്. കടയ്ക്കൽ ഫ്രാങ്കോ എന്ന പേരിൽ അറിയപ്പെടുന്നത് കടയ്ക്കൽ സ്വദേശിയായ രാഘവൻ പിള്ളയാണ്. കടയ്ക്കൽ ഫ്രാങ്കോ എന്ന പേരിൽ അറിയപ്പെടുന്നത് കടയ്ക്കൽ സ്വദേശിയായ രാഘവൻ പിള്ളയാണ്. കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് രാഘവൻ പിള്ള. രാമനാട്ടം എന്ന കലാരൂപത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര. രാമനാട്ടം എന്ന കലാരൂപത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര. കേരളത്തിലെ പ്രമുഖ ദുര്യോധന ക്ഷേത്രം കൊല്ലം ജില്ലയിലെ മലനട. കേരളത്തിലെ പ്രമുഖ ദുര്യോധന ക്ഷേത്രം കൊല്ലം ജില്ലയിലെ മലനട. ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം കൊല്ലം ജില്ലയിലെ പന്മന. ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം കൊല്ലം ജില്ലയിലെ പന്മന. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ. SNDP യോഗത്തിന്റെ ആസ്ഥാനവും കൊല്ലം ജില്ലയിലാണ്. SNDP യോഗത്തിന്റെ ആസ്ഥാനവും കൊല്ലം ജില്ലയിലാണ്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതും കൊല്ലത്താണ്. പാലരുവി വെള്ളച്ചാട്ടവും കൊല്ലം ജില്ലയിലാണ്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ കുണ്ടറ കൊല്ലം ജില്ലയിലാണ്. കുണ്ടറ വിളംബരം നടത്തിയത് 1809. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ കുണ്ടറ എന്ന സ്ഥലം കൊല്ലം ജില്ലയിലാണ്. കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809. കൊല്ലം ജില്ലയിലെ പ്രധാന സ്ഥാപനങ്ങൾ ഇന്ത്യൻ റെയർ എർത്ത്, KMML, പ്രിമോ പൈപ്പ് ഫാക്ടറി, കേരള സെറാമിക്സ് ലിമിറ്റഡ്, ടൈറ്റാനിയം സ്പോഞ്ച്, ജഡായു ടൂറിസം സ്റ്റേഷൻ എന്നിവയാണ്. കൊല്ലം ജില്ലയിലെ പ്രധാന സ്ഥാപനങ്ങൾ ഇന്ത്യൻ റെയർ എർത്ത്, KMML, പ്രിമോ പൈപ്പ് ഫാക്ടറി, കേരള സെറാമിക്സ് ലിമിറ്റഡ്, ടൈറ്റാനിയം സ്പോഞ്ച്, ജഡായു ടൂറിസം സ്റ്റേഷൻ എന്നിവയാണ്. ചുറ്റമ്പലമില്ലാത്ത കേരളത്തിലെ ക്ഷേത്രം ഓച്ചിറയാണ്. ചുറ്റമ്പലമില്ലാത്ത കേരളത്തിലെ ക്ഷേത്രം ഓച്ചിറയാണ്.
കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ശെന്തുരുണി വന്യജീവി സങ്കേതം. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ശെന്തുരുണി വന്യജീവി സങ്കേതം. കൊല്ലം ജില്ലയിലെ നീണ്ടകര പാലമാണ് സേതുലക്ഷ്മിഭായ് പാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൊല്ലം ജില്ലയിലെ നീണ്ടകര പാലമാണ് സേതുലക്ഷ്മിഭായ് പാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പുരുഷന്മാർ മതഭേദമന്യേ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലാണ്. പുരുഷന്മാർ മതഭേദമന്യേ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്നത് കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. കല്ലടയാർ പതിക്കുന്നത് അഷ്ടമുടിക്കായലിലാണ്. കൊല്ലം ജില്ലയിലെ പ്രമുഖ നദിയായ കല്ലടയാർ പതിക്കുന്നത് അഷ്ടമുടിക്കായലിലാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ ഉണ്ടായ ജില്ലകളിലൊന്നാണ് കൊല്ലം ജില്ല. കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന 5 ജില്ലകളിൽ ഒന്നാണ് കൊല്ലം ജില്ല. കേരളത്തിലെ തെക്ക് ഭാഗത്തുള്ള റെയിൽവേ ജംഗ്ഷൻ ആണ് കൊല്ലം. കേരളത്തിലെ തെക്ക് ഭാഗത്തുള്ള റെയിൽവേ ജംഗ്ഷനാണ് കൊല്ലം. പ്രാചീനകാലത്ത് ചൈനയുമായി ശക്തമായ വ്യാപാര ബന്ധം കൊല്ലത്തിനുണ്ടായിരുന്നു. പ്രാചീനകാലത്ത് ചൈനയുമായി ശക്തമായ വ്യാപാര ബന്ധം കൊല്ലം ജില്ലയ്ക്കുണ്ടായിരുന്നു. കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ആദ്യ ടർക്കി ഫാം കൊല്ലം ജില്ലയിലെ കുരീപ്പുഴയിലാണ്. കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ആദ്യ ടർക്കി ഫാം കൊല്ലം ജില്ലയിലെ കുരീപ്പുഴയിലാണ്. കൊല്ലത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 6-ാം ശതകത്തിലെ ഗ്രീക്ക് വിദേശ സഞ്ചാരിയാണ് കോസ്മോസ് ഇൻഡിഗോപ്ലൂസ്തിസ്. കൊല്ലത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 6-ാം ശതകത്തിലെ ഗ്രീക്ക് വിദേശ സഞ്ചാരിയാണ് കോസ്മോസ് ഇൻഡിഗോപ്ലൂസ്തിസ്. കേരളത്തിലെ ഏറ്റവും നല്ല നഗരമെന്ന് കൊല്ലത്തെ വിശേഷിപ്പിച്ച മൊറോക്കൻ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. കേരളത്തിലെ ഏറ്റവും നല്ല നഗരമെന്ന് കൊല്ലത്തെ വിശേഷിപ്പിച്ച മൊറോക്കോ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിലാണ്. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിലാണ്. കൊല്ലത്തെ പ്രധാന നദികൾ കല്ലടയാർ, ഇത്തിക്കരയാർ, പള്ളിക്കലാർ എന്നിവയാണ്. കൊല്ലം ജില്ലയിലെ പ്രധാന നദികൾ കല്ലടയാർ, ഇത്തിക്കരയാർ, പള്ളിക്കലാർ എന്നിവയാണ്. കൊല്ലം ജില്ലയിലെ പ്രധാന കായലുകൾ അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ, പറവൂർ കായൽ എന്നിവയാണ്. കൊല്ലം ജില്ലയിലെ പ്രധാന കായലുകൾ അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ, പരവൂർ കായൽ എന്നിവയാണ്. ഇന്നത്തെ വീഡിയോയിൽ പത്തനംതിട്ട ജില്ലയെക്കുറിച്ച്. കേരളത്തിൽ 13ാമതായി രൂപം കൊണ്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ല. കേരളത്തിൽ 13ാമതായി രൂപം കൊണ്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ല നിലവിൽ വന്ന വർഷം 1982. പത്തനംതിട്ട ജില്ല നിലവിൽ വന്ന വർഷം 1982. കടൽ തീരമില്ലാത്ത ജില്ലകളിൽ ഏറ്റവും തെക്കേ അറ്റത്തെ ജില്ലയാണ് പത്തനംതിട്ട. കടൽ തീരമില്ലാത്ത ജില്ലകളിൽ ഏറ്റവും തെക്കേ അറ്റത്തെ ജില്ലയാണ് പത്തനംതിട്ട. പത്തനംതിട്ട ജില്ല ആസ്ഥാനത്തിന് അടുത്തുകൂടി ഒഴുകുന്ന നദിയാണ് അച്ചൻകോവിലാർ. പത്തനംതിട്ട ജില്ല ആസ്ഥാനത്തിന് അടുത്തുകൂടി ഒഴുകുന്ന നദിയാണ് അച്ചൻകോവിലാർ. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയും പത്തനംതിട്ടയാണ്. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയും പത്തനംതിട്ട ജില്ലയാണ്. ഇന്ത്യയിലെ സീറോ ജനസംഖ്യ വർധന നിരക്ക് കൈവരിച്ച ആദ്യ ജില്ലയും പത്തനംതിട്ടയാണ്. ഇന്ത്യയിലെ സീറോ ജനസംഖ്യ വർധന നിരക്ക് കൈവരിച്ച ആദ്യ ജില്ലയും പത്തനംതിട്ടയാണ്. ഏറ്റവും കുറച്ച് റെയിൽവേ പാതയുള്ള ജില്ല പത്തനംതിട്ടയാണ്. ഏറ്റവും കുറച്ച് റെയിൽവേ പാതയുള്ള ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയാണ്. പത്തനംതിട്ടയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിലെ മണിയാർ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം പത്തനംതിട്ട ജില്ലയിലെ മണിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല പത്തനംതിട്ട ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി കെ നായർ.
പത്തനംതിട്ട ജില്ലയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി കെ നായർ. ശബരിമലയും പരിസരവും മാലിന്യമുക്തമാക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം. ശബരിമലയും പരിസരവും മാലിന്യമുക്തമാക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം. അടുത്ത ചോദ്യം, ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം എവിടെയാണ്? ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം എവിടെയാണ്? ഉത്തരം പത്തനംതിട്ട ജില്ലയിലെ ഗവിയിൽ. പത്തനംതിട്ട ജില്ലയിലെ ഗവിയിൽ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ ആദ്യത്തെ റിസർവ് വനമായി പത്തനംതിട്ട ജില്ലയിലെ കോന്നി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് വർഷം? തിരുവിതാംകൂറിലെ ആദ്യത്തെ റിസർവ് വനമായി പത്തനംതിട്ട ജില്ലയിലെ കോന്നി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് വർഷം? ഉത്തരം 1888. 1888. ഏറ്റവും കൂടുതൽ സീസണൽ വരുമാനമുള്ള ക്ഷേത്രം ഏതാണ്? ഏറ്റവും കൂടുതൽ സീസണൽ വരുമാനമുള്ള ക്ഷേത്രം ഏതാണ്? ഉത്തരം ശബരിമല ക്ഷേത്രം. ഉത്തരം ശബരിമല ക്ഷേത്രം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ഏതാണ്? ഉത്തരം റാന്നി. പത്തനംതിട്ട ജില്ലയിലെ റാന്നിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ. കേരളത്തിൽ കരിമ്പ് കൃഷി ഏറ്റവും കൂടുതലുള്ള താലൂക്ക് ഏതാണ്? കേരളത്തിൽ കരിമ്പ് കൃഷി ഏറ്റവും കൂടുതലുള്ള താലൂക്ക് ഏതാണ്? ഉത്തരം തിരുവല്ല. ഉത്തരം തിരുവല്ല. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള അസംബ്ലി നിയോജക മണ്ഡലം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള അസംബ്ലി നിയോജക മണ്ഡലം ഏതാണ്? ഉത്തരം ആറന്മുള. ഉത്തരം ആറന്മുള. അടുത്ത ചോദ്യം, ആറന്മുള മണ്ഡലത്തെ കേരള നിയമസഭയിൽ പ്രതിനിധാനം ചെയ്ത കവി ആരാണ്? ആറന്മുള മണ്ഡലത്തെ കേരള നിയമസഭയിൽ പ്രതിനിധാനം ചെയ്ത കവി ആരാണ്? ഉത്തരം കടമ്മനിട്ട രാമകൃഷ്ണൻ. ഉത്തരം കടമ്മനിട്ട രാമകൃഷ്ണൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്ന് ആദ്യമായി ഭാരത സർക്കാരിൻ്റെ ജിയോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ലഭിച്ചത് എന്തിനാണ്? കേരളത്തിൽ നിന്ന് ആദ്യമായി ഭാരത സർക്കാരിൻ്റെ ജിയോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ലഭിച്ചത് എന്തിനാണ്? ഉത്തരം ആറന്മുള കണ്ണാടി. ഉത്തരം ആറന്മുള കണ്ണാടി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഷുഗർ മിൽ സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഷുഗർ മിൽ സ്ഥാപിതമായത് എവിടെ? ഉത്തരം നിരണത്തെ പമ്പ ഷുഗർ മിൽ. നിരണത്തെ പമ്പ ഷുഗർ മിൽ. നിരണത്തെ പമ്പ ഷുഗർ മിൽ. അടുത്ത ചോദ്യം, സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത, ഗവർണർ സ്ഥാനത്ത് എത്തിയ ആദ്യ കേരളീയ വനിത, ഗവർണർ സ്ഥാനത്ത് എത്തിയ ആദ്യ മുസ്ലിം വനിത എന്നീ പ്രത്യേകതകളുള്ള വനിത ആരാണ്? സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത, ഗവർണർ സ്ഥാനത്തെത്തിയ ആദ്യ കേരളീയ വനിത, ഗവർണർ സ്ഥാനത്തെത്തിയ ആദ്യ മുസ്ലിം വനിത എന്നീ പ്രത്യേകതകളുള്ള വനിത ആരാണ്? ഉത്തരം ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. അടുത്ത ചോദ്യം, ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം ആരാണ്? ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം ആരാണ്? ഉത്തരം തോമസ് മത്തായി വർഗീസ്. തോമസ് മത്തായി വർഗീസ് അഥവാ തിരുവല്ല പാപ്പൻ. തോമസ് മത്തായി വർഗീസ് അഥവാ തിരുവല്ല പാപ്പൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രം എവിടെയാണ്? ഉത്തരം ഇരവിപേരൂർ പഞ്ചായത്തിലെ ഓതറ. ഇരവിപേരൂർ പഞ്ചായത്തിലെ ഓതറ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ജനങ്ങൾക്ക് സൗജന്യമായി വൈഫൈ ലഭ്യമാക്കിയ പഞ്ചായത്ത്, പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് ഇന്ത്യയിൽ ആദ്യമായി നേടിയ ഗ്രാമപഞ്ചായത്ത് എന്നിവ ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ജനങ്ങൾക്ക് സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ പഞ്ചായത്ത്,
പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് ഇന്ത്യയിൽ ആദ്യമായി നേടിയ ഗ്രാമപഞ്ചായത്ത് എന്നീ പ്രത്യേകതകളുള്ള പഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഇരവിപേരൂർ. ഉത്തരം ഇരവിപേരൂർ. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയതും ലോകത്തിലെ രണ്ടാമത്തേതുമായ ക്രൈസ്തവ സമ്മേളനം ഏതാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയതും ലോകത്തിലെ രണ്ടാമത്തേതുമായ ക്രൈസ്തവ സമ്മേളനം ഏതാണ്? ഉത്തരം പമ്പ തീരത്ത് നടക്കുന്ന മാരാമൺ കൺവെൻഷൻ. പമ്പ തീരത്ത് നടക്കുന്ന മാരാമൺ കൺവെൻഷൻ. അടുത്ത ചോദ്യം, പ്രസിദ്ധമായ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന സ്ഥലം എവിടെയാണ്? പ്രസിദ്ധമായ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം പമ്പയുടെ തീരത്തെ ചെറുകോൽ പുഴ. പമ്പയുടെ തീരത്തെ ചെറുകോൽ പുഴ. അടുത്ത ചോദ്യം, പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം ആറന്മുള. ഉത്തരം ആറന്മുള. മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം പമ്പ. ഉത്തരം പമ്പ. അടുത്ത ചോദ്യം, പ്രാചീന കാലത്ത് ബാരിസ് എന്നും ദക്ഷിണ ഭാഗീരഥി എന്നും അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? പ്രാചീന കാലത്ത് ബാരിസ് എന്നും ദക്ഷിണ ഭാഗീരഥി എന്നും അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? ഉത്തരം പമ്പ. ഉത്തരം പമ്പ. അടുത്ത ചോദ്യം, പമ്പാ നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? പമ്പാ നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? ഉത്തരം വേമ്പനാട്ട് കായലിൽ. ഉത്തരം വേമ്പനാട്ട് കായലിൽ. അടുത്ത ചോദ്യം, ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ശബരിമല മകരവിളക്കിനെയാണ് ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത്. ശബരിമല മകരവിളക്കിനെയാണ് ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, തീർത്ഥാടന ടൂറിസത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? തീർത്ഥാടന ടൂറിസത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഉത്തരം പത്തനംതിട്ട ജില്ല. ഉത്തരം പത്തനംതിട്ട ജില്ല. അടുത്ത ചോദ്യം, ഉണ്ണുനീലി സന്ദേശത്തിൽ വല്ലവായ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉണ്ണുനീലി സന്ദേശത്തിൽ വല്ലവായ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം തിരുവല്ല. ഉത്തരം തിരുവല്ല. അടുത്ത ചോദ്യം, പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ നാടൻ കലാരൂപം ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ നാടൻ കലാരൂപം ഏതാണ്? ഉത്തരം പടയണി. ഉത്തരം പടയണി. അടുത്ത ചോദ്യം, പത്തനംതിട്ട ജില്ലയിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട ജില്ലയിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ഉത്തരം പമ്പ, മണിമലയാർ, അച്ചൻകോവിലാർ. പമ്പ, മണിമലയാർ, അച്ചൻകോവിലാർ. അടുത്ത ചോദ്യം, ഇൻഡോ ശ്രീലങ്കൻ കരാർ പ്രകാരം തൊഴിലാളികളെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ സ്ഥലം ഏതാണ്? ഇൻഡോ ശ്രീലങ്കൻ കരാർ പ്രകാരം തൊഴിലാളികളെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ സ്ഥലം ഏതാണ്? ഉത്തരം പച്ചക്കാനം. ഉത്തരം പച്ചക്കാനം. അടുത്ത ചോദ്യം, ആനക്കോട് ആനകളുടെ പരിശീലനം, ശുശ്രൂഷ എന്നിവയ്ക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ആനക്കോട് ആനകളുടെ പരിശീലനം, ശുശ്രൂഷ എന്നിവയ്ക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ഉത്തരം കോന്നി. ഉത്തരം കോന്നി. അടുത്ത ചോദ്യം, മുലൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുലൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഇലവുംതിട്ട. ഉത്തരം ഇലവുംതിട്ട. അടുത്ത ചോദ്യം, വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ആറന്മുളയിൽ. ആറന്മുളയിലാണ് വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പത്തനംതിട്ട ജില്ലയിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഉത്തരം തിരുവല്ല. ഉത്തരം തിരുവല്ല. അടുത്ത ചോദ്യം, പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? ഉത്തരം തിരുവല്ല. ഉത്തരം തിരുവല്ല. അടുത്ത ചോദ്യം,
പന്തളത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് പോകുന്ന നദി ഏതാണ്? പന്തളത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് പോകുന്ന നദി ഏതാണ്? ഉത്തരം അച്ചൻകോവിലാർ. ഉത്തരം അച്ചൻകോവിലാർ. അടുത്ത ചോദ്യം, അച്ചൻകോവിൽ പ്രദേശത്ത് രൂപം കൊണ്ട ഒരു അനുഷ്ഠാന കലാരൂപം ഏതാണ്? ഉത്തരം കോവിൽ നൃത്തം. ഉത്തരം കോവിൽ നൃത്തം. അടുത്ത ചോദ്യം, ശബരിമല ത്രിവേണിയിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ശബരിമല ത്രിവേണിയിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഉത്തരം പമ്പ, കല്ലാർ, ഞുണങ്ങാർ. പമ്പ, കല്ലാർ, ഞുണങ്ങാർ എന്നിവയാണ് ശബരിമല ത്രിവേണിയിൽ സംഗമിക്കുന്ന നദികൾ. അടുത്ത ചോദ്യം, വയൽ വാണിഭത്തിന് പ്രശസ്തമായ സ്ഥലം എവിടെയാണ്? വയൽ വാണിഭത്തിന് പ്രശസ്തമായ സ്ഥലം? ഉത്തരം ഓമല്ലൂർ. ഉത്തരം ഓമല്ലൂർ. അടുത്ത ചോദ്യം, പരുമലപ്പള്ളി രൂപകൽപ്പന ചെയ്തത് ആരാണ്? പരുമലപ്പള്ളി രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം ചാൾസ് കൊറയ. ചാൾസ് കൊറയ ആണ് പരുമലപ്പള്ളി രൂപകൽപ്പന ചെയ്തത്. അടുത്ത ചോദ്യം, സെന്റ് തോമസ് സ്ഥാപിച്ചു എന്ന് കരുതപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ പള്ളി ഏതാണ്? സെന്റ് തോമസ് സ്ഥാപിച്ചു എന്ന് കരുതപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ പള്ളി ഏതാണ്? ഉത്തരം നിരണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി. നിരണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി. അടുത്ത ചോദ്യം, വർഷത്തിൽ എല്ലാ ദിവസവും കഥകളി നടക്കുന്ന ഏക ക്ഷേത്രം ഏതാണ്? വർഷത്തിൽ എല്ലാ ദിവസവും കഥകളി നടക്കുന്ന ഏക ക്ഷേത്രം ഏതാണ്? ഉത്തരം തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രം. തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രം. അടുത്ത ചോദ്യം, ചിലന്തിയെ ആരാധിക്കുന്ന ക്ഷേത്രം ഏതാണ്? ചിലന്തിയെ ആരാധിക്കുന്ന ക്ഷേത്രം? ഉത്തരം കൊടുമൺ ചിലന്തി ക്ഷേത്രം അഥവാ ശ്രീ പള്ളിയറ ദേവി ക്ഷേത്രം. കൊടുമൺ ചിലന്തി ക്ഷേത്രം അഥവാ ശ്രീ പള്ളിയറ ദേവി ക്ഷേത്രം. അടുത്ത ചോദ്യം, വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം എവിടെയാണ്? വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം? ഉത്തരം മണ്ണടി. ഉത്തരം മണ്ണടി. അടുത്ത ചോദ്യം, ശബരിമല ക്ഷേത്രത്തിന്റെ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെ മാനിച്ച് സർക്കാർ നൽകുന്ന പുരസ്കാരം ഏതാണ്? ശബരിമല ക്ഷേത്രത്തിന്റെ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെ മാനിച്ചുകൊണ്ട് സർക്കാർ നൽകുന്ന പുരസ്കാരം ഏതാണ്? ഉത്തരം ശ്രീ ഹരിവരാസനം അവാർഡ്. ശ്രീ ഹരിവരാസനം അവാർഡ്. സരസകവി എന്നറിയപ്പെടുന്ന മുല്ലൂർ പത്മനാഭ പണിക്കർ, കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അടൂർ ഗോപാലകൃഷ്ണൻ, നിരണം കവികൾ അഥവാ കണ്ണശ കവികൾ മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ എന്നിവർ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ളവരാണ്. സരസകവി എന്നറിയപ്പെടുന്ന മുല്ലൂർ പത്മനാഭ പണിക്കർ, കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അടൂർ ഗോപാലകൃഷ്ണൻ, നിരണം കവികൾ അഥവാ കണ്ണശ കവികൾ എന്നറിയപ്പെടുന്ന മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ എന്നിവർ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ളവരാണ്. കേരളത്തിലെ ജില്ലകൾ എന്ന വിഷയത്തിൽ ആലപ്പുഴ ജില്ലയെ പറ്റിയാണ് വിവരിക്കുന്നത്. ആലപ്പുഴ ജില്ല രൂപീകൃതമായ വർഷം 1957 ഓഗസ്റ്റ് 17-നാണ്. ആലപ്പുഴ ജില്ല രൂപീകൃതമായത് 1957 ഓഗസ്റ്റ് 17-ന്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയെ കിഴക്കിൻ്റെ വെനീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആലപ്പുഴ ജില്ലയെ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നു. ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ലയാണ് ആലപ്പുഴ. ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ലയാണ് ആലപ്പുഴ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്കാണ് ചേർത്തല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്കാണ് ചേർത്തല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ലയും ആലപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ലയും ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴ ജില്ലയിലാണ്.
1857 കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴ ജില്ലയിൽ സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം ആലപ്പുഴ ജില്ലയിലെ വയലാറാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം ആലപ്പുഴ ജില്ലയിലെ വയലാറാണ്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യത്തെ സ്വരാജ് ട്രോഫി അവാർഡ് നേടിയ ഗ്രാമപഞ്ചായത്താണ് കഞ്ഞിക്കുഴി. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യത്തെ സ്വരാജ് ട്രോഫി അവാർഡ് നേടിയ ഗ്രാമപഞ്ചായത്താണ് കഞ്ഞിക്കുഴി. കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് അമ്പലപ്പുഴ ക്ഷേത്രനടയിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് അമ്പലപ്പുഴ ക്ഷേത്രസന്നിധിയിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ സിദ്ധഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂറാണ്. കേരളത്തിലെ ആദ്യത്തെ സിദ്ധഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂർ. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര നിയന്ത്രിത നിയമസാക്ഷര പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് ചെറിയനാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര നിയന്ത്രിത നിയമസാക്ഷര പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് ചെറിയനാടാണ്. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ രൂപം കൊണ്ടത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ രൂപം കൊണ്ടത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ആണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയാണ് ഡാറാസ് മെയിൽ. കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ ആണ്. കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡിയോ ആലപ്പുഴ ജില്ലയിലെ ഉദയ സ്റ്റുഡിയോയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ കെയർ വില്ലേജ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്. കേരളത്തിലെ ആദ്യ ഇക്കോ കെയർ വില്ലേജ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്. കേരളത്തിലെ ആദ്യ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്താണ് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം സൗത്ത്. കേരളത്തിലെ ആദ്യ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്താണ് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം സൗത്ത്. കേരളത്തിൽ ആദ്യമായി കുടിവെള്ളത്തിന് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് കുട്ടനാടാണ്. കേരളത്തിൽ ആദ്യമായി കുടിവെള്ളത്തിന് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് കുട്ടനാടാണ്. കേരളത്തിലുണ്ടായിരുന്ന ബുദ്ധമത ആരാധനാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആലപ്പുഴ ജില്ലയിലെ ശ്രീമൂലവാസം. കേരളത്തിലുണ്ടായിരുന്ന ബുദ്ധമത ആരാധനാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആലപ്പുഴ ജില്ലയിലെ ശ്രീമൂലവാസം. പണ്ടുകാലത്ത് ബക്കറെ എന്നറിയപ്പെട്ടിരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുറക്കാടാണ്. പണ്ടുകാലത്ത് ബക്കറെ എന്നറിയപ്പെട്ടിരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് ആണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് തകഴി ശിവശങ്കരപ്പിള്ള. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് തകഴി ശിവശങ്കരപ്പിള്ള. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്നതും കുട്ടനാടാണ്. കേരളത്തിലെ ഹോളണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നതും കുട്ടനാടാണ്. വയലാർ സ്റ്റാൻലിൻ എന്നറിയപ്പെടുന്നത് സി കെ കുമാരപ്പണിക്കർ. വയലാർ സ്റ്റാൻലിൻ എന്നറിയപ്പെടുന്നത് സി കെ കുമാരപ്പണിക്കരാണ്. കേരളത്തിലെ പക്ഷിഗ്രാമമാണ് നൂറനാട്. കേരളത്തിലെ പക്ഷിഗ്രാമമാണ് നൂറനാട്. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. കേരളത്തിലെ പഴനി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. കരപ്പുറം എന്ന പേരിൽ പ്രാചീനകാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ചേർത്തല. പ്രാചീനകാലത്ത് കരപ്പുറം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ചേർത്തല. നാഫ്ത ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ താപനിലയമാണ് കായംകുളം താപനിലയം. നാഫ്ത ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ താപനിലയമാണ് കായംകുളം താപനിലയം. ആലപ്പുഴ ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴയാണ്.
ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. മയൂര സന്ദേശത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാട്. മയൂര സന്ദേശത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാട്. യൂറോപ്യൻ രേഖകളിൽ പോർക്ക എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് പുറക്കാട്. യൂറോപ്യൻ രേഖകളിൽ പോർക്ക എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് പുറക്കാട്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. വെങ്കല ഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ മാന്നാറാണ്. വെങ്കല ഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ മാന്നാർ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. ആലപ്പുഴയിലെ തുറമുഖം വികസിപ്പിച്ച തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു രാജ കേശവദാസ്. ആലപ്പുഴയിലെ തുറമുഖം വികസിപ്പിച്ച തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു രാജ കേശവദാസ്. കുമാരനാശാൻ റെഡീമർ ബോട്ടപകടത്തിൽ മരിച്ച സ്ഥലമാണ് കുമാരകോടി. കുമാരനാശാൻ റെഡീമർ ബോട്ടപകടത്തിൽ മരിച്ച സ്ഥലം കുമാരകോടി എന്നറിയപ്പെടുന്നു. പ്രാചീന കാലത്തെ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ച ആലപ്പുഴ ജില്ലയിലെ പ്രദേശമാണ് തൈക്കൽ. പ്രാചീന കാലത്തെ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ച ആലപ്പുഴ ജില്ലയിലെ പ്രദേശമാണ് തൈക്കൽ. നാഗാരാധനയ്ക്ക് പ്രശസ്തമായ ജില്ലയിലെ ക്ഷേത്രമാണ് മണ്ണാറശാല. നാഗാരാധനയ്ക്ക് പ്രശസ്തമായ ജില്ലയിലെ ക്ഷേത്രമാണ് മണ്ണാറശാല. കരുമാടിക്കുട്ടൻ എന്ന ബുദ്ധപ്രതിമ ലഭിച്ചത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ നിന്നാണ്. കരുമാടിക്കുട്ടൻ എന്ന ബുദ്ധപ്രതിമ ലഭിച്ചത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ നിന്നാണ്. തകഴി ശിവശങ്കരപിള്ളയുടെ കൃതിയായ ചെമ്മീനിൻ്റെ പശ്ചാത്തലം പുറക്കാട് കടപ്പുറമാണ്. തകഴി ശിവശങ്കരപിള്ളയുടെ കൃതിയായ ചെമ്മീനിൻ്റെ പശ്ചാത്തലം പുറക്കാട് കടപ്പുറമാണ്. വേമ്പനാട് കായൽ കുട്ടനാട് ഭാഗത്ത് അറിയപ്പെടുന്നത് പുന്നമട കായൽ എന്നാണ്. വേമ്പനാട് കായൽ കുട്ടനാടിൻ്റെ ഭാഗത്ത് അറിയപ്പെടുന്നത് പുന്നമട കായൽ എന്നാണ്. ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുട്ടനാടാണ്. ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുട്ടനാടാണ്. ലോകത്ത് തന്നെ സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന ഏക സ്ഥലവും കുട്ടനാടാണ്. ലോകത്ത് തന്നെ സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന ഏക സ്ഥലവും കുട്ടനാടാണ്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് 1945 അമ്പലപ്പുഴയിലെ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ചാണ്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് 1945 അമ്പലപ്പുഴയിലെ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ചാണ്. മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ചൻകോവിലാറിൽ വെച്ചാണ്. മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ചൻകോവിലാറിൽ വെച്ചാണ്. കായംകുളം കായലിനെ അഷ്ടമുടിക്കായലുമായി ബന്ധിപ്പിക്കുന്നത് ചവറ പന്മനത്തോടാണ്. ചവറ പന്മനത്തോടാണ് കായംകുളം കായലിനെ അഷ്ടമുടിക്കായലുമായി ബന്ധിപ്പിക്കുന്നത്. കുഞ്ചൻ നമ്പ്യാരുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന മിഴാവ് സൂക്ഷിച്ചിരിക്കുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ്. കുഞ്ചൻ നമ്പ്യാരുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന മിഴാവ് സൂക്ഷിച്ചിരിക്കുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ്. ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫിയാണ് രാജപ്രമുഖൻ ട്രോഫി. ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫിയാണ് രാജപ്രമുഖൻ ട്രോഫി. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. വേമ്പനാട് കായലിൻ്റെ ഒരു ശാഖ ആലപ്പുഴയിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്നു. ഈ ഭാഗമാണ് അന്ധകാരനഴി. വേമ്പനാട് കായലിൻ്റെ ഒരു ശാഖ ആലപ്പുഴയിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്നു.
ഈ ഭാഗമാണ് അന്ധകാരനഴി എന്നറിയപ്പെടുന്നത്. വേമ്പനാട്ടു കായലിൻ്റെ പാതിരാമണൽ തുരുത്ത് വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കിയത് വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിലാണ്. വേമ്പനാട്ടു കായലിലെ പാതിരാമണൽ തുരുത്ത് വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കിയത് വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിലാണ്. ചെമ്പകശ്ശേരി എന്നറിയപ്പെടുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അമ്പലപ്പുഴ. ചെമ്പകശ്ശേരി എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയാണ്. കേരളവർമ്മ വലിയകോയ് തമ്പുരാൻ ഹരിപ്പാട് അനന്തപുരം കൊട്ടാരത്തിൽ തടവിൽ കഴിയുമ്പോഴാണ് മയൂര സന്ദേശം രചിക്കപ്പെട്ടത്. കേരളവർമ്മ വലിയകോയ് തമ്പുരാൻ ഹരിപ്പാട് അനന്തപുരം കൊട്ടാരത്തിൽ തടവിൽ കഴിയുമ്പോഴാണ് മയൂര സന്ദേശം രചിച്ചത്. അതിനാലാണ് ഹരിപ്പാടിനെ മയൂര സന്ദേശത്തിൻ്റെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭുവാണ്. ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭുവാണ്. ആലപ്പുഴ പട്ടണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാജ കേശവദാസ് ആണ്. ആലപ്പുഴ പട്ടണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാജ കേശവദാസ്. പട്ടികവർഗ വിഭാഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ. പട്ടികവർഗ വിഭാഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ. വേലകളി എന്ന പരമ്പരാഗത കലാരൂപം ഉടലെടുത്തത് ആലപ്പുഴയിലാണ്. വേലകളി എന്ന പരമ്പരാഗത കലാരൂപം ഉടലെടുത്തത് ആലപ്പുഴയിലാണ്. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ആരംഭിച്ച പദ്ധതികളാണ് തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ആരംഭിച്ച പദ്ധതികളാണ് തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും. നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷമാണ് 1952. 1952 നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത്. കേരളത്തിലെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളിയോട് കൂടിയാണ്. കേരളത്തിലെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളിയോട് കൂടിയാണ്. കേരളത്തിലെ ആദ്യത്തെ രജിസ്റ്റേർഡ് ഗ്രന്ഥശാലയാണ് അമ്പലപ്പുഴയിലെ PK മെമ്മോറിയൽ ഗ്രന്ഥശാല. കേരളത്തിലെ ആദ്യത്തെ രജിസ്റ്റേർഡ് ഗ്രന്ഥശാലയാണ് അമ്പലപ്പുഴയിലെ PK മെമ്മോറിയൽ ഗ്രന്ഥശാല. പ്രസിദ്ധമായ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം കാണപ്പെടുന്നത് കായംകുളത്തെ കാർത്തികപ്പള്ളിയിലുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. പ്രസിദ്ധമായ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം കാണപ്പെടുന്നത് കായംകുളത്തെ കാർത്തികപ്പള്ളിയിലുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ദക്ഷിണ ഗുരുവായൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ദക്ഷിണ ഗുരുവായൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാവുകൾ കാണപ്പെടുന്ന ജില്ലയും ആലപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാവുകൾ കാണപ്പെടുന്ന ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏക വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ഏക വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ. തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ലൈറ്റ് ഹൗസ് ആണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ലൈറ്റ് ഹൗസ് ആണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. കേരളത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ കോളേജാണ് TD മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ കോളേജാണ് TD മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് സ്ഥാപിതമായത് ആലപ്പുഴ ജില്ലയിലെ അരൂരാണ്. കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് സ്ഥാപിതമായത് ആലപ്പുഴ ജില്ലയിലെ അരൂർ. ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ. ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര. കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് നിലവിൽ വന്ന ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് നിലവിൽ വന്ന ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ചാണ് ആലപ്പുഴ ബീച്ച്. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ചാണ് ആലപ്പുഴ ബീച്ച്. കേരള പീപ്പിൾസ് ആർട്സ് ക്ലബിൻ്റെ
അഥവാ KPSCയുടെ ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലെ കായംകുളമാണ്. കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് അഥവാ KPSCയുടെ ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലെ കായംകുളമാണ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് യൂണിറ്റ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് യൂണിറ്റ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലെ നൂറനാട്. അന്തർദേശീയ കയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ്. അന്തർദേശീയ കയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂർ. അനന്തപത്മനാഭൻ തോപ്പ് എന്നറിയപ്പെടുന്ന ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്. അനന്തപത്മനാഭൻ തോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്. ആലപ്പുഴ ജില്ലയുടെ ഏക റിസർവ് വനമേഖലയാണ് വീയപുരം. ആലപ്പുഴ ജില്ലയുടെ ഏക റിസർവ് വനമേഖലയാണ് വീയപുരം. പുന്നപ്ര വയലാർ പ്രക്ഷോഭ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കളർകോട് എന്ന സ്ഥലത്താണ്. പുന്നപ്ര വയലാർ പ്രക്ഷോഭ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കളർകോട് എന്ന സ്ഥലത്താണ്.